നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി തൃശൂരിൽ എത്തിയപ്പോൾ അവിടെ മറ്റൊരു താരമായിരുന്നു മറിയക്കുട്ടി. പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ വ്യത്യസ്തമാർന്ന ഒരു സമരം നടത്തിയ മറിയക്കുട്ടി കുറെ നാളായി വാർത്തകളിലെല്ലാം തന്നെ ചർച്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ മറ്റൊരു വിശിഷ്ട അതിഥി കൂടിയായിരുന്നു മറിയക്കുട്ടി. സ്റ്റേജിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുകയും സംസാരിക്കാനുള്ള ഇടമുണ്ടാവുകയും ചെയ്തിരുന്നു. ഏതായാലും മറിയക്കുട്ടിയുടെ കേസ് ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ്. വിധവാ പെൻഷൻ മുടങ്ങിയത് ചോദ്യം ചെയ്ത ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. കേന്ദ്രവും സംസ്ഥാനവും വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. വിഷയത്തിൽ ഹൈക്കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. 1600 രൂപ പെൻഷൻ നൽകാനില്ലെന്നും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നുമായിരുന്നു സർക്കാരിന്റെ ആദ്യ വിശദീകരണം. പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നും കോടതിക്ക് മറിയക്കുട്ടി VIP ആണെന്നും കോടതി പറഞ്ഞിരുന്നു. പെൻഷൻ കൊടുക്കാനില്ലെങ്കിൽ 3 മാസത്തെ ചിലവ് സർക്കാർ വഹിക്കേണ്ടി വരുമെന്നും കോടതി താക്കീത് നൽകിയിരുന്നു. പിന്നാലെ മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്നും നിലപാടായി സർക്കാർ രംഗത്ത് വന്നിരുന്നു. ഇവർക്ക് പുറത്തുനിന്ന് സഹായ വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നായിരുന്നു സർക്കാരിന്റെ വാദം. ഹർജിക്കാരിയെ നിന്ദിക്കാൻ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കിയ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാർ നിലപാട് ഞെട്ടിക്കുന്നതാണെന്നും തുറന്നടിച്ചിരുന്നു. ഹർജിയുമായി വന്നയാളുടെ വിശ്വാസ്യത ആക്രമിക്കപ്പെടുകയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇതിന് പിന്നാലെ സർക്കാർ നിലപാട് തിരുത്തിയിരുന്നു. BJP നടത്തുന്ന സ്ത്രീശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ വിമർശനമുണ്ടായാൽ പ്രശ്നമില്ലെന്ന് മറിയക്കുട്ടി ആദ്യമേ പറഞ്ഞിരുന്നു. മറിയക്കുട്ടി ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതുമായിട്ടും ചില ഇടതുപാളയത്തിലും വിമർശനങ്ങളും അതുപോലെ തന്നെ പരിഹാസങ്ങളും നിറഞ്ഞിരുന്നു. പക്ഷേ എന്നാൽ മറിയക്കുട്ടി അത്തരം പരിഹാസങ്ങൾക്കൊന്നും യാതൊരു ഇടവും കൊടുക്കുന്നില്ല. ഏതായാലും കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ ഒപ്പം തന്നെ ആ വേദി പങ്കിടാൻ മറിയക്കുട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. ഏതായാലും താൻ ആരുടെയും ചിലവിലല്ല ജീവിക്കുന്നതെന്നും ഒരു പാർട്ടിയുടെയും പൈസ വാങ്ങിയിട്ടില്ലെന്നും മറിയക്കുട്ടി പറഞ്ഞിരുന്നു. കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാരിൽ നിന്ന് 5 കിലോ അരി ലഭിച്ചുവെന്നും അതിപ്പോഴും തരുന്നുണ്ടെന്നും മറിയക്കുട്ടി പറഞ്ഞു. പിണറായി സർക്കാർ തരുന്നത് കൊണ്ട് മാത്രം ജീവിക്കാൻ സാധിക്കില്ലെന്നും മറിയക്കുട്ടി കൂട്ടിച്ചേർത്തു. കണ്ടത് പറയുന്ന ആളാണ് താനെന്ന് വൃത്തികേട് കാണിക്കുന്നത് കണ്ടാൽ പറയും. അത് തന്റെ സ്വഭാവമാണ്. രാഷ്ട്രീയം നോക്കിയല്ല വന്നതെന്ന് മറിയക്കുട്ടി പറഞ്ഞു. സംസ്ഥാനത്ത് നടക്കുന്ന കള്ളത്തരം പ്രധാനമന്ത്രിയോട് പറയുമെന്ന് മറിയക്കുട്ടി റോഡിൽ കൂടി വിനോദയാത്ര നടത്തുന്നുണ്ട്. ജനത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഞങ്ങൾക്ക് ആർക്കും ഗുണം ലഭിച്ചിട്ടില്ല. വഴിയിൽ നടക്കുന്ന പട്ടിയെ വരെ കിടക്കാൻ നിവൃത്തിയില്ല. ഇടിയും തൊഴിയും വാളും പരിചയും കടാരയും ഗുണ്ടകളുമായിട്ടാണ് വരുന്നത്. അത് നാട് നന്നാക്കാനാണോ? പിണറായി എന്തോ ഉറപ്പിച്ചിട്ടുണ്ട്. എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അരിയും കിട്ടിയില്ല, പെൻഷൻ കിട്ടിയില്ല. കേന്ദ്ര പൈസ കൊടുത്തല്ലോ, തരാൻ കഴിയാഞ്ഞിട്ടല്ലേ? പ്രധാനമന്ത്രിയെ കുറ്റം പറയാൻ താൻ ഒന്നും കണ്ടിട്ടില്ലെന്നും മറിയക്കുട്ടി പറഞ്ഞിരുന്നു. മാസങ്ങളായി പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് അടിമാലിയിൽ വയോധികരായ അന്നക്കുട്ടിയും മറിയക്കുട്ടിയും മൺചട്ടിയുമായി ഭിക്ഷ യാചിച്ച് സമരം നടത്തിയത് വലിയ ചർച്ചയായിരുന്നു. യാചന സമരം നടത്തിയതിന് പിന്നാലെ മറിയക്കുട്ടിക്ക് ലക്ഷങ്ങളുടെ ആസ്തിയുണ്ടെന്ന് CPM മുഖപത്രം ദേശാഭിമാനി വാർത്ത നൽകിയിരുന്നു. വാർത്തയ്ക്ക് പിന്നാലെ തന്റെ പേരിലുണ്ടെന്ന് പറയപ്പെടുന്ന ഭൂമി കണ്ടെത്തി നൽകണമെന്ന് ആവശ്യപ്പെട്ട് മറിയക്കുട്ടി വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകി. തുടർന്ന് മറിയക്കുട്ടിയുടെ പേരിൽ ഭൂമിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി വില്ലേജ് ഓഫീസർ കത്ത് നൽകുകയും ചെയ്തിരുന്നു.